വന്ദേമാതരം പൂർണ്ണമായി ഒഴിവാക്കി. മുഖ്യമന്ത്രി ജോസഫ് വിജയ് പതാക ഉയർത്തുന്ന സമയം ദേശീയ ഗാനം മാത്രമാണ് ആലപിച്ചത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് ആക്ച്വലി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ഇതുവരെയുള്ളൊരു സ്വാതന്ത്ര്യദിനമാരിയല്ല, ഫുള്ള് കോമഡിയാണ്. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി. അതായത് സിനിമകളിൽ പോലും കാണാത്ത തരത്തിലുള്ള കോമഡി. അതായത് മുൻപുള്ള സ്വാതന്ത്ര്യ ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കൂട്ടർ ജനഗണമന പാടുന്നു, മറ്റൊരു കൂട്ടർ വന്ദേമാതരം പാടുന്നു. ജനഗണമന പാടിക്കൊണ്ടിരിക്കുമ്പം അതേ ഗ്യാങ്ങിൽപ്പെട്ട ആളുകൾ തന്നെ കുറച്ച് പേര് വന്ദേമാതരം പാടുന്നു. ജനഗണമന പാടിയ ഒരു പരിപാടിയെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഉറങ്ങിയതിന് ശേഷമാണ് മറ്റേ പഹയന്മാർ വന്ദേമാതരം പാടി തീർക്കുന്നത്. വലിയ കോമഡി തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയതൊന്നുമല്ല തമിഴ്നാട്ടിൽ സംഭവിച്ച ആ ഒരു സംഭവം. അതായത് നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു നടിയായ തൃഷ, അതെ തൃഷ കൃഷ്ണന് വന്ന ഈ ഒരു അവസ്ഥ ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. തെല്ല് നടുക്കത്തോടെ അല്ലാതെ ഇത് നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല. പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു കോമഡി ഉണ്ടോ എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഇതിൽ വലിയ കോമഡിയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതെ, വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതായത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വിജയ് ദേശീയ പതാക ആദ്യമായി ഉയർത്തുന്ന ആദ്യ സ്വാതന്ത്ര്യദിനത്തിൽ, ആ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ സംഗീത വരുമോ എന്നുള്ള വലിയ ആകാംക്ഷയോടുകൂടി വിജയുടെ ആരാധകർ, TV-ക്ക് പ്രതിനിധികളൊക്കെ കാത്തിരിക്കുകയായിരുന്നു. കണ്ണിൽ എണ്ണ വെച്ച് അതിനു വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഗീത ഈ ഒരു ഡിവോഴ്സ് കേസ് പിൻവലിച്ചതിന് ശേഷം ഈ ഒരു ചടങ്ങിൽ, ആദ്യമായിട്ടുള്ള ഈ ഒരു പൊതുചടങ്ങിൽ സംഗീതയും മകനും മകളുമൊക്കെ എത്തുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുമ്പോൾ, വിജയുടെ അച്ഛനും അമ്മയടക്കം കാത്തിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? കയറി വരുന്ന വരവ് കണ്ട കല്യാണത്തിന്റെ കുരവയൊക്കെയാണ് ഇട്ടേക്കുന്നത്. എന്താണ് ഇന്ന് അവിടെ അല്ലേ സ്വാതന്ത്ര്യം? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് അവിടെ സ്വാതന്ത്ര്യം അല്ലേ, കല്യാണത്തിന്റെ മ്യൂസിക് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. എനിവേ എല്ലാവരും കണ്ണും നട്ട് കാത്തിരുന്ന സമയത്ത് കയറി വന്നിരിക്കുന്ന നമ്മുടെ തൃഷ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതുപോലൊരവസ്ഥ ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാൻ പാടില്ല. തൃഷ കയറി വന്നതിന് ശേഷം നടന്ന ആ ഒരു സംഭവങ്ങൾ അതൊന്ന് കാണുക. കയറി വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തൃഷ വളരെ ഡിസിപ്ലിനായിട്ട് കയറി വരുന്നു. അവിടെ ഇരിക്കുന്നവരൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവരെല്ലാം അന്തം വിട്ട്, അതായത് അവരൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. ആരാണ് ക്ഷണിച്ചത് എന്നുള്ള രീതിയിൽ അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ കയറി വന്ന് വിജയുടെ അമ്മ ചെറുങ്ങനെ ഒന്ന് വിഷ് ചെയ്ത്, പക്ഷെ അച്ഛൻ്റെ മുഖഭാവം ശ്രദ്ധിക്കുക. പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരിക്കുകയാണ്, തീരെ പിടിക്കാത്ത. അതായത് എന്തിന് വീണ്ടും ഇവിടെ കയറി വന്നു എന്നുള്ള മട്ടിലാണ് അച്ഛൻ ഇരിക്കുന്നത്. തീരെ പിടിച്ചിട്ടില്ല, വിഷ് ചെയ്തിട്ടില്ല. അതായത് ഒരു അവജ്ഞയോടുകൂടി അനക്ക് വേറെ ഒരു പണിയില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ഇരിക്കുന്നത്. അതിനുശേഷം തൃഷ അവിടെ ഇരിക്കുന്നു. തൃഷയ്ക്ക് റിസർവ് ചെയ്ത സീറ്റൊന്നും അല്ല, പേരൊന്നും ഇല്ല. അവിടെ കയറി വന്നിരിക്കുന്നു. ആ ബാക്കിലിരിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ മോഹഭാവം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൾക്ക് ഇതെന്തിനിവിടെ കയറി വന്നു എന്നുള്ള മട്ടിലാണ് ഓള് നോക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം എല്ലാവരുടെയും മോഹഭാവം ഒന്ന് ശ്രദ്ധിക്കുക. എന്തിനിവിടെ കയറി വന്നു എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം അവിടെ തൃഷ ഇരിക്കുന്നു. നോക്കുക, പതിവിന് വിപരീതമായി തൃഷയെപ്പോലെ ഒരാൾ വന്നിരുന്നിട്ടും അടുത്തിരിക്കുന്നവരാരും ഒന്നും സംസാരിക്കുന്നില്ല. ആരും സംസാരിക്കാത്തതുകൊണ്ട് ഓള് തന്നെ തൊട്ടടുത്തിരുന്ന ആരും അമ്മച്ചിയോട് അവൻ ആൻറ്റിയോട് എന്തോ കുശലം പറയുന്നു. അവർ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ബാക്കിലിരിക്കുന്നവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഓളെ കണ്ട പാപം വിജയുടെ അച്ഛൻ ഒരുപാട് മാറി, മാക്സിമം അകന്ന്, അതായത് പരമാവധി എത്രത്തോളം അകന്നിരിക്കാം അത്രത്തോളം അകന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് തൃഷ അവിടെ ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. ആരും ചിരിക്കുന്നില്ല. അപ്പുറത്തിരിക്കുന്ന ഒരു ആൻറ്റി അങ്ങോട്ട് മാറി, അതായത് ബാക്ക് ഇരിക്കുന്ന ആൻറ്റി അങ്ങോട്ട് മാറി, പരമാവധി മാറിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ TV-ക്കയിലുള്ള ഒരാൾക്കും ഈ തൃഷമ്മ അവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് TV-ക്കയിലുള്ള ആളുകൾ ഈ ഒരു ഉദയനിധിയുടെ വിഷയം വന്നതിന് ശേഷം വിജയ്ക്ക് ചീത്തപ്പേരുണ്ടാവാൻ ഈ ഒരു ബന്ധം കാരണമാവുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിജയുടെ അമ്മ തന്നെ ഇടപെട്ട് ഈ ഒരു ബന്ധം നമുക്ക് വേണ്ട മോനെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരിക്കാം ഈ പറഞ്ഞ സംഗീതയെ വീണ്ടും ഡൈവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിച്ച് അമ്മയാണ് മുൻകൈ എടുത്തതെന്നാണ് പറയുന്നത്. അത്തരത്തിൽ മുൻകൈ എടുത്ത് കൊണ്ടുവരാനുള്ള കാരണം വിജയാണ് എൻ്റെ രാഷ്ട്രീയ ഭാവി. അത് കളങ്കപ്പെടുത്താൻ തൃഷ മാത്രം മതിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവരിത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓള് രണ്ടും കൽപ്പിച്ച മട്ടാണ്. വിജയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ, ഏറെ ദുഃഖകരവസ്ഥ. മധുരിച്ചിട്ട് ഇറക്കാനും കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥ. ഓളോട് വരാതിരിക്കാൻ പറയാൻ പറ്റൂ? എന്ത് പറയും? ഓളോട് വരാതിരിക്കാൻ പറയാൻ പറ്റും? ഈ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്.
അങ്ങനെ വീണ്ടും അവിടെ കുത്തിയിരിക്കുന്ന ആരും മൈൻഡ് ആക്കുന്നില്ല. ഒരാളും ദൃശ്യമാണെന്ന് പോലും നടിക്കുന്നില്ല. വീണ്ടും ആ ആമയോട് ആൻറ്റിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത്. ആൻറ്റിക്ക് തീരെ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. അതായത് വിജയ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, എന്നെയാണ് ആദ്യം ക്ഷണിച്ചത്, ഞാനാണ് മുഖ്യാതിഥി എന്നൊക്കെ ആയിരിക്കാം പറയുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കൈയും കാലും ഒക്കെ പൊക്കി കാണിക്കുന്നത്. ചുമ്മാ കാണിക്കാൻ ആരും ഒന്നും തിരിച്ച് കാണിക്കുന്ന റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഓള് വശം കെട്ടിട്ട് നോക്കുക. അതുവഴി പോയൊരു പഹേൻ്റെ ഏതോ ഒരു പഹേൻ്റെ കൈ കയറി പിടിച്ച് കൈ കുലുക്കണോ മൈൻഡ് ചെയ്യില്ല. നേരെ കുതറി ഓടി, കൈവിട്ട് കുതറി ഓടുന്നൊരവസ്ഥ. അതിനുശേഷം എന്താക്കി, ഒരു രക്ഷയില്ല, ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ട് ഫോൺ വന്ന്, കോള് വന്ന്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, തിരക്കാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ചുമ്മാതെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അവിടെ കോള് വന്നില്ല, ഒന്നും വന്നില്ല, ലൈറ്റ് തെളിഞ്ഞില്ല, ഒന്നും വന്നില്ല. ചുമ്മാതെ കൈയിരുന്ന ഫോൺ എടുത്തിട്ട് വെച്ച് ഹലോ ഹവാറി ഹൗൾഡാറി, പെട്ടെന്ന് കോള് കട്ടായി. 2 വാക്ക് പറഞ്ഞിട്ട് കോള് കട്ടായി. അടുത്ത ആൾക്ക് വിഷ് ചെയ്യുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും സാധാരണ നിലയ്ക്ക് ഞാൻ ഈ തമാശകളൊന്നും കണ്ട്, ചെറിയ തമാശകളൊന്നും കൊണ്ട് അധികം ചിരിക്കാറില്ല. ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ ചിരിക്കാറില്ല. പക്ഷേ ഇത് കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചടെ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് ചിരിച്ച് ഇത്രയും ഒരു ദുരന്തമായിപ്പോയി. ഇത് എന്തിനിവിടെ വലിഞ്ഞു കയറി പോയെന്നുള്ളതാണ്. ഓൾക്ക് ഇത്രയും ഒരു വലിയ നടിയൊക്കെ ആയിട്ട് ഓൾക്ക് എന്താ സുഖേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നടിയായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ തൃശ്ശയെ കല്യാണം കഴിക്കണമൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു തൃശ്ശ. ഇപ്പോഴും തൃശ്ശ അതുപോലെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഓൾക്ക് എന്തിൻ്റെ കുറവാണെന്നുള്ളതാണ്. ഓൾക്ക് വേണമെങ്കിൽ ഒരു പാർട്ടി വേണമെങ്കിൽ രൂപീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതാണ് ഓളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഇങ്ങനെ കിടന്ന് മെഴുകേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് പതാക ഉയർത്തി, കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടന്ന്, കല്യാണത്തിൻ്റെ ട്യൂണൊക്കെയാണ് ഇട്ടത്. ജനഗണമന മാത്രമാണ് പാടിയത്. വന്ദേ മാതരം അവിടെ പൂർണ്ണമായി ഒഴിവാക്കുന്നൊരു സ്റ്റേജിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതിനുശേഷം വിജയും തൃശ്ശയായിട്ടുള്ളൊരു എന്താ പറയുക സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പ്രമുഖ വാർത്താ ചാനലുകളിലൊക്കെ തൃശ്ശ എത്തിയെന്നുള്ളത് ന്യൂസായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ അതോടൊന്ന് കാണിക്കാം. വന്ദേ മാതരം പൂർണ്ണമായി ഒഴിവാക്കി. മുഖ്യമന്ത്രി ജോസഫ് വിജയ് പതാക ഉയർത്തുന്ന സമയം ദേശീയ ഗാനം മാത്രമാണ് ആലപിച്ചത്. ചെന്നൈയിലെ ചടങ്ങിൽ വിജയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നടി തൃഷയും പങ്കെടുത്തു. തമിഴ്നാടിനെ അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വിജയ് പ്രഖ്യാപിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ ഈ ഒരു ആദ്യത്തെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് എൻ്റെ അഭിപ്രായത്തിൽ പൊതുവേ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള അവിഹിതമാണെന്നാണ് പരാജയപ്പെട്ട. തൃശ്ശയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. പരാതിപ്പെട്ടത് വിജയുടെ ഭാര്യയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാനൊക്കെ താല്പര്യം. ഇപ്പം നമ്മുടെ വി.ഡി. സതീശനാണ് ഈ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് വെക്കുക. ഇതുപോലൊരു പരിപാടിക്ക് മൂപ്പരെ ഭാര്യയെ കൊണ്ടുവരാതെ ഈ പറഞ്ഞ സ്വപ്ന സുരേഷോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ആരെങ്കിലും കൊണ്ട് വേദിയിലിരുത്തിയുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് വെക്ക്. ഏറെ ദുഃഖകരമൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കലാപരിപാടികൾക്ക് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഞാൻ പലവട്ടം പറഞ്ഞുകൊണ്ട് ഞാൻ അവിഹിതത്തിനെതിരാണ്. അവിഹിതങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. എനിവേ ഇതുപോലൊരവസ്ഥ, അതായത് പരസ്യമായി പൊതുവേദിയിൽ അപമാനിക്കപ്പെടുന്നൊരവസ്ഥയായിപ്പോയി തൃശ്ശയ്ക്കും. വിജയുടെ അച്ഛനെ അപമാനിച്ചു, അവിടെയുള്ള TV പ്രതിനിധികൾ മുഴുവൻ അപമാനിച്ചു, തൊട്ട് ബാക്കിലിരുന്ന പെങ്കൊച്ച് അപമാനിച്ചു, അതുവഴി നടന്നു പോയ ഒരു പഹനെ അപമാനിച്ച്, അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനം ഏറ്റുവാങ്ങിയ ഒരു തെന്നിൻ്റെ നടി. ഏറെ ദുഃഖകരമായ അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ ആണ്. ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.